ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹന്നാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീറ്റ് റോളാണ്. ഇഫ്താർ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മീറ്റ് റോളിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. ഈ പാനിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയും അതുപോലെ തന്നെ ഒരു 2-3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഉണ്ട്, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ മീറ്റ് റോളിൽ ഫില്ലിംഗ് ആയിട്ട് ചിക്കനാണ് ഉപയോഗിക്കുന്നത്. ചിക്കൻ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട്, അതിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഞാൻ കുറച്ച് സോസൊക്കെ ചേർത്താണ് ഈ ഫില്ലിംഗ് റെഡിയാക്കുന്നത്. സോസിനൊക്കെ എപ്പോഴും കുറച്ച് ഉപ്പുണ്ട്, അതുകൊണ്ട് ഇതിൽ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് തന്നെ വേണം ചേർക്കാൻ. ഇതിലോട്ട് ഇനി കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊന്നും അങ്ങനെ ചേർക്കുന്നില്ല. ഇനി ഇതിലോട്ട് കുറച്ച് സോസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ ഇനി ചേർക്കാൻ പോകുന്ന 1 ടീസ്പൂൺ സോയാ സോസാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡാർക്ക് സോയാ സോസാണ്. ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ 2 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിൽ ചേർക്കാനുള്ള ചിക്കൻ ഞാനിവിടെ വേവിച്ച് അതിൻ്റെ എല്ലൊക്കെ മാറ്റി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ചേർക്കാൻ വേണ്ടി ഞാൻ ഒരു 200 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതല്പം മസാലയൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ചിക്കൻ വേവിച്ചപ്പോൾ ഞാൻ അതിൽ കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്താണ് വേവിച്ചെടുത്തത്. അതാണ് ഇതിലോട്ട് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ആക്കിയിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഈ സമയത്ത് ഇതിന് വേണ്ടിയുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ ബാറ്റർ ഉപയോഗിച്ച് നമ്മൾ ദോശ പോലെ ഒന്ന് ചുട്ടെടുത്തിട്ടാണ് അതിൽ വെച്ചാണ് ഫില്ലിങ് റോൾ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ പിന്നീട് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ ബാറ്റർ നമ്മൾ ആദ്യം ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഇതിലോട്ടൊരു 1.25 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 1.25 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തുകൊണ്ട് വരാം. ഇപ്പോൾ ഈ പാൻ കേക്കിന് വേണ്ടിയുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം. അതിനുവേണ്ടി ഈ ചൂടായ പാനിലോട്ട് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് കനം കുറച്ചൊന്ന് പരത്തിയെടുക്കണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് എടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഓരോന്നും ഇതുപോലെ തന്നെ ഒഴിച്ച് ചുട്ടെടുക്കാം. ഇത് ഓരോന്ന് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ അതിൽ ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഓരോന്നിൻ്റെ മുകളിൽ നമ്മൾ ചുട്ട് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓരോന്നും നമ്മൾ ചുട്ടിട്ട് ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് അടുത്തത് റെഡി ആയിക്കോളും. ഇതിപ്പോൾ ഇതിൻ്റെ ഒരറ്റത്തോട്ട് ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ 2 സൈഡും കൂടെ ഒന്ന് മടക്കിയെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ അതുവഴി ഒന്നും ഫില്ലിങ് വെളിയിലോട്ട് പോകാതിരിക്കുക. എന്നിട്ട് ചുമ്മാ അതങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി. ഇതങ്ങനെ മൈദ കൊണ്ട് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തന്നെ അങ്ങ് ഒട്ടിയിരുന്നോളും. അതുപോലെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത്രയും ഫില്ലിങ് കൊണ്ട് ഏകദേശം ഒരു 10 മീറ്റ് റോളാണ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയിരിക്കുന്നത്. ഇനി ഇത് ഓരോന്നും നമുക്ക് ഒന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ റോൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതിൽ ചിക്കൻ ഫില്ലിംഗ് ആണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് പകരം വെജിറ്റബിൾ ഫില്ലിംഗ് ഉപയോഗിച്ച് ഈ റോൾ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇവിടെ ഞാൻ എല്ലാ മീറ്റ് റോളും ബ്രെഡ് ക്രംസിൽ കവർ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇത് എണ്ണയിലോട്ട് ഇട്ടതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. എപ്പോഴും അല്പം വീതിയുള്ളൊരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിനിപ്പോൾ കുറച്ച് നീളം ഉണ്ടല്ലോ, അതുകൊണ്ട് അല്പം വൈഡായിട്ടുള്ളൊരു പാത്രത്തിൽ ഇത് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇത് എണ്ണയിലോട്ട് ഇട്ടപ്പം
ആ എണ്ണയുടെ ചൂട് അല്പം കൂടുതലായിരുന്നു, അതുകൊണ്ടാണ് ഇട്ട ഉടനെ അതിൻ്റെ കളർ മാറിയത്. അതുകൊണ്ട് എപ്പോഴും തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം. ഇതിന് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നല്ല ഗോൾഡൻ കളറിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് മീറ്റ് റോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് ഇനി മാറ്റാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊക്കെ എപ്പോഴും നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം, എന്നാലേ ഉള്ളൂ അതിന് നല്ല ഒരു ക്രിസ്പിനെസ്സൊക്കെ കിട്ടത്തുള്ളൂ. ചിക്കനൊക്കെ ഇതുപോലെ വേവിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അങ്ങനെ മാവ് പരത്തിയെടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ മാവ് ഇങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്ത് ഇതുപോലെ ചുട്ടെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇത്. പിന്നെ ഇത് ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.